കാഴ്ച കമ്മ്യൂണിറ്റിയുടെ പുതിയ ഓഫീസ് മണ്ഡലത്തിൻ്റെ ഉദ്ഘാടനമാണ് നടത്തുന്നത്. ഈ ഓഫീസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി AICCയുടെ മെമ്പറും മുൻ MLA ആയ അഡ്വക്കേറ്റ് EM ആശുപത്രി ക്ഷണിച്ചു. ന്യൂസ് 2 സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് I വിഭാഗം കാഞ്ചാർ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് ലബഗഡയിൽ മാർച്ച് 8-ാം തീയതി മുൻ MLA-യും AICC അംഗവുമായ EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഓഫീസ് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നാണ് ഇവിടെ ഇരുന്നത്. ഈ ഓഫീസ് നമുക്കൊരു ഒരു വികസന പ്രദേശമായി ഒരു പഞ്ചായത്തിൻ്റെ കേന്ദ്രം എന്നൊരു മഹത്വസ്ഥാനമുണ്ട്. എന്നാൽ ഇതുണ്ടായെന്ന് ചോദിച്ചത് ജോർജ് ജോസഫ് പഞ്ചായത്ത് അതിന് ആർക്കെതിരെ പോലെ ഒരു കെട്ടതായിരുന്നു പഞ്ചായത്ത് ഓഫീസായിരുന്നു. പഞ്ചായത്ത് ഓഫീസ് പലർക്കും 2 വർഷം പോകും. അവസാനം ഒരു 4 പില്ലറിലൊരു കെട്ടിടം നിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം. അപ്പോഴാണ് ശ്രീ ജോർജ് ജോസഫ് വളരെ പ്രസിഡന്റായിട്ടുള്ള കമ്മിറ്റി വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ ഉദ്ഘാടന യോഗത്തിൽ KPCC സെക്രട്ടറി ശ്രീ തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർ EM അഗസ്തി എക്സലന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് പാടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ തോമസ് മൈക്കിൾ, KSC ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ജോർജ് ജോയി എഴുതുന്ന മറ്റ് സ്നേഹമുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ഏറെ സ്നേഹമുള്ള സഹപ്രവർത്തകരെ ഈ അവസരം ഞാൻ ആഗ്രഹിക്കാം. തുടങ്ങി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. നന്നായി പരിപാലിച്ചുകൊണ്ട് പോകാനാണ് പ്രയാസം. ആവശ്യമുണ്ടായാൽ ഓഫീസ് തുറന്നിരിക്കണം. വൈകുന്നേരം എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് അത്യാവശ്യത്തിനൊന്നും തുറന്നിരുന്ന് പോകുന്ന ഓഫീസ് എന്നുള്ള സ്വഭാവം മാറ്റി പാർട്ടി ഓഫീസുകൾ പാർട്ടി പ്രവർത്തകർക്ക് ഏതു നേരവും കടന്നു പറയാം. ഏതു നേരം രാത്രികളാണെന്ന് പറയാം. പക്ഷെ ഇല്ലെങ്കിൽ പോലും ഒരുവിധം നമ്മുടെ ജീവിതാവശ്യങ്ങളുടെ സമയങ്ങളിലെല്ലാം തുറന്നിരിക്കാൻ കഴിയുന്ന നിലയിലുള്ള അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും ഒരു ക്രമീകരണം ആലോചിക്കണമെന്ന് മാത്രമാണ് അതുമായി സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ ഓഫീസ് നന്നായി പോകണമെന്ന കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി സഹപ്രവർത്തകന്മാർക്കും പാർട്ടിയുടെ നേതാക്കന്മാർക്കും എല്ലാം താല്പര്യം ഉണ്ടാവുകയും അവരുടെ എല്ലാം ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൂട്ടായി ആലോചിക്കണം. ഒരു കോൺട്രിബ്യൂഷനോടുകൂടി ഫലപ്രദമായ നിലയിൽ ഈ ഓഫീസ് കാഞ്ചിയാറിന്റെ ഭാവി രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് വളരെ വേഗത്തിൽ കരഗതമാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള വലിയ മാറ്റത്തിന് ഈ ഓഫീസ് ഇടവരുത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും 1.5 മാസക്കാലം ഓഫീസ് സുന്ദരമായി പോകും. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ എന്തായാലും ഒരു നല്ല വിജയത്തിനുള്ള എല്ലാ സാധ്യതയും നമുക്കുണ്ടായത് കാരണം ആർക്കും സംശയമില്ല. എത്ര ഭൂരിപക്ഷം എന്നത് മാത്രമാണ്. ഭൂരിപക്ഷം കൂട്ടിയെടുക്കണമെങ്കിൽ അധ്വാനം കഠിനമാകണം. അധ്വാനം കഠിനമാവുന്നില്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഭൂരിപക്ഷം കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് കഠിനമായി ജോലിയെടുത്ത് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസ് MPA വീണ്ടും MP ആയി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പാർലമെന്റിനകത്ത് കൈവക്കുന്നതിനും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു ദൃഢപ്രതിജ്ഞയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുത്തമ്പടി PRDS വർക്കിംഗ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്ത ശ്രീ ഷൈജുമോനെ ആദരിക്കുകയും ചെയ്തു. യോഗം
സമ്മേളനാനന്തരത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ തോമസ് മൈക്കിൾ, DCC വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് പടവൻ, KSU ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോർജ് ജോസഫ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, മണ്ഡലം ഭാരവാഹികൾ, വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു.